നമ്മുടെ കടുകുമാങ്ങ ഭരണിക്കകത്താക്കി ഭരണിയുടെ മുകളിൽ ഒരല്പം വെള്ളമില്ലാതെ കാണുന്നുണ്ട്. നാളെ ആകുമ്പോഴത്തേനും അത് നികന്ന് വരും. നല്ല ദശക്കട്ടിയുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് 1 കിലോ മാങ്ങയിട്ടിട്ട് അത് 1 കിലോ തന്നെ കിട്ടിയിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഈ മാങ്ങയൊന്ന് കഴുകി തുടച്ചെടുത്ത് അതിൻ്റെ തൊലി ചെത്തുന്നില്ല. അതിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചീ കളഞ്ഞിട്ട് ഒരല്പം വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. കുറച്ച് ദിവസം ഇരിക്കും വേണ്ടിയിട്ടാണ്. അല്ല അപ്പം തന്നെ കൂട്ടാനാണ്, തീരെ പൊടിയായിട്ട് അരിയണം. ഇച്ചിരി ദിവസം ഇരിക്കുന്നതുകൊണ്ട് പതുക്കെ ഉപ്പൊക്കെ പിടിച്ചാലും മതി. അതുമല്ല, അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇച്ചിരി അല്പം വലുപ്പത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ പാത്രവും നന്നായിട്ട് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളമില്ലാതെ വേണം എടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ തുടച്ചെടുത്ത പാത്രമാണ്. ഇതിലേക്ക് ഇനി മാങ്ങ ഓരോന്നും തുടച്ചെടുത്ത് വെക്കാം. നമുക്ക് ഈ മാങ്ങ ഓരോന്നായിട്ടെടുത്ത് അതിൻ്റെ തൊണ്ടൊക്കെ തൊണ്ട് എത്തുന്നില്ല, പാടൊക്കെയുള്ളതൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. നല്ല മൂത്ത മാങ്ങയാണ്, കണ്ടോ? ഇങ്ങനെ ഇതെല്ലാം അരിഞ്ഞെടുക്കാം. ഞാൻ മാങ്ങ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇച്ചിരി ഉപ്പ് പൊടിയൊന്ന് തിരുമ്മി വെക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. ഇപ്പം നനഞ്ഞു തുടങ്ങി. ഇപ്പം ഉണ്ടാകും ഉപ്പ് തിരുമ്മി അപ്പോൾ തന്നെ വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ഇതൊരു 1.5 മണിക്കൂർ കൊണ്ട് നല്ല സൂപ്പറായിട്ട് അപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ തിളക്കം. വെള്ളം ഇറങ്ങി തുടങ്ങിയതാണ്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങും. ആ സമയത്തിന് നമുക്ക് കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം സംഘടിപ്പിക്കാം. നമ്മുടെ മാങ്ങ നമുക്കിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് പോയി ബാക്കി കാര്യങ്ങൾ നോക്കാം. കടുക് മാങ്ങ ഇടാൻ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, ഇത് കടുക് പൊടിച്ചതാണ്, ഇത് ഉലുവ കായപ്പൊടി, ഇത് ഉലുവ, ഇത് കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നു. ഇനി ഇവിടെ എരിവുള്ള മുളക് പൊടിയുണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്. ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. കായും ഉലുവായും കടുകും 2 മുളക് പൊടികളും ഇച്ചിരി കുരുമുളക് പൊടി, കറിവേപ്പില, ഇഞ്ചി. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ അല്പം എണ്ണയും കൂടി ഒഴിച്ച് പാകത്തിന് എണ്ണയായിട്ടുണ്ട്. എല്ലാം മൂത്ത് വരേണ്ടതല്ലേ, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് കടുകിട്ടു. കടുക് പൊടി ഇടുന്നുണ്ട് എങ്കിൽ പോലും കടുക് മാങ്ങയ്ക്ക് ഒരല്പം കടുക് കിടന്ന നല്ല പൊതിഞ്ഞിരുന്നാലും കുഴപ്പമില്ലല്ലോ. ഇനി കടുക് പൊട്ടുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് കടുക് പൊട്ടി ഉലുവ മൂത്ത മണം വരുന്നുണ്ട്. ഉലുവ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി പൊട്ടില്ലല്ലോ. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒപ്പമാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചി മൂത്ത മണം വരുന്നുണ്ട്, വെളുത്തുള്ളിയൊക്കെ. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ആ പൊട്ടെല്ലാം ഒന്ന് നിന്ന് വെള്ളം ഉണ്ടോ, വെള്ളം പൊട്ടി തീർന്നു കഴിഞ്ഞിട്ട്
അപ്പോൾ അതിൻ്റെ പിന്നെ കേട മാറിക്കോളും. ഇനി അത് കേടാകിയല്ല, വെള്ളം പൊട്ടി തീർന്നു കഴിഞ്ഞാൽ. അപ്പോൾ വെളുത്തുള്ളി ചുമന്ന് തുടങ്ങി, ഇഞ്ചിക്കകത്ത് വെള്ളമൊക്കെ പൊട്ടി തീർന്നു. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കടുക് പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടിയും കായപ്പൊടി ഇടണം. കുരുമുളക് പൊടി ഇട്ടു. കായം പൊടിയായിട്ടുള്ളത് മേടിച്ചതാണ് കേട്ടോ. അടപ്പിനകത്ത് ഇട്ടിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി നമുക്ക് മുളക് പൊടികൾ രണ്ടും ചേർക്കാം. കാശ്മീരി മുളക് പൊടി. ഇനി എരിവുള്ള മുളക് പൊടി. അത് കുറച്ചേ ഉള്ളൂ കേട്ടോ, പേരിന് മാത്രം. മറ്റേതൊരു ടേബിൾ സ്പൂൺ ഇട്ടെങ്കിൽ ഇതൊരു 1/4 സ്പൂണേ ഇടുന്നുള്ളൂ. നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയാണ്. അതിന് കൊണ്ട് വെള്ളം വന്നു. ഈ വെള്ളം ഈ ചീനിച്ചട്ടിക്കകത്തോട്ട് മുളക് പൊടിക്കകത്തോട്ട് ഒഴിക്കാൻ പോവുക. അപ്പം ഞാൻ ഈ അരിപ്പ വെച്ചിട്ട് ഇതിനകത്തെ വെള്ളം ഇങ്ങോട്ട് ഊറ്റുക ചെയ്ത്. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് മാങ്ങ ഇട്ട് ഇളക്കും. മാങ്ങ വേവിക്കുന്നില്ല. ഇപ്പോൾ ഉപ്പിട്ട് വെച്ചപ്പോൾ കണ്ടോ, 1 കിലോ മാങ്ങയ്ക്ക് അതിന് ഇത്രയും വെള്ളം കിട്ടി നമുക്ക്. ഉണ്ടോ, മാങ്ങ ഇതിനകത്തേക്കിട്ട് ഇളക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് ഈ ചാറിന് കുറവാണ്. അപ്പോൾ നമുക്കൊരു പൊടിക്ക് ഉപ്പും കൂടി ഇടാം. ഞാനൊരു പൊടിക്ക് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി തിളച്ചു, തീ ഓഫാക്കുവാണ്. ഇനി ഇതിനകത്തേക്ക് മാങ്ങയിട്ട് ഇളക്കും. തീ ഓഫാക്കി. ഇനി ചട്ടിയുടെ ചൂടും അരപ്പിൻ്റെ ചൂടും കൂടെ ചേർന്ന് മാങ്ങയൊന്ന് ചൂട് പിടിച്ചോളും. അപ്പോൾ നമ്മൾ മാങ്ങയ്ക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. മാങ്ങ കഴുകി തുടച്ചിട്ടാണ് അരിഞ്ഞത്. ഉപ്പ് പൊടിയാണ് ഇട്ടത്. മാങ്ങയുടെ വെള്ളം ഊറി വന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഒരു ദിവസം ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേനും നമുക്ക് കൂട്ടാറായിക്കോളും. അപ്പം തന്നെ കൂട്ടാനാണെങ്കിൽ നമുക്ക് ചാറിനകത്ത് ഇത്രയും വെള്ളം പോരാ, ഒരു അരത്തരം വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ചൊന്ന് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാങ്ങ ഇട്ടിട്ട് തീ ഓഫാക്കാം. ഇത് ഞാൻ തീ ഓഫാക്കിയിട്ടാണ് മാങ്ങ ഇട്ടത്. ഇതിനി ജലാംശമൊന്നും ഇല്ലാത്ത ഭരണിക്കകത്ത് അങ്ങോട്ടിട്ട് അടച്ച് വെച്ചാൽ കേടാവാതെ ഇരിക്കും തോറും നന്നായിട്ട് കടുക് പൊടിയും ഒക്കെ ചേർത്തത് കൊണ്ട് അലിഞ്ഞും പോകുകയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓണക്കാലമല്ലേ, ഓണത്തിന് ഇതുപോലെയൊക്കെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഓണാശംസകൾ. വീഡിയോ കണ്ടതിന് നന്ദി.